ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ക്ലാസ്സുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും ഓപ്പൺ ഔട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതായത് 6 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡയറി, ലെറ്റർ, നറേഷൻ, ഇത് മൂന്നും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഒരു ട്രിക്ക്. അതേപോലെ ഇത് മൂന്നും എങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഡയറി, ലെറ്റർ, നറേഷൻ, ഇത് മൂന്നും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കിയാൽ കാര്യം സിമ്പിളാണ്. നിങ്ങളിപ്പോൾ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ആ പാഠഭാഗത്തിലെ ഡയറി പഠിച്ചു വെക്കുന്നുണ്ടാവും, ലെറ്റർ പഠിച്ചു വെക്കുന്നുണ്ടാവും, നറേഷൻ പഠിച്ചു വെക്കുന്നുണ്ടാവും. ഇതിനൊന്നും ആവശ്യമില്ല. പറഞ്ഞുതരാം. സത്യത്തിൽ ഡയറി ആയാലും ലെറ്റർ ആയാലും നറേഷൻ ആയാലും കാര്യം ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൗണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ്, മോഷണത്തിന് ശ്രമിക്കുന്നതിനിടെ ഒരു കള്ളനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നത്. ഒരു മോഷണ ശ്രമം നടക്കുന്നു, പെട്ടെന്ന് പോലീസുകാർ വരുന്നു, പോലീസുകാർ കള്ളനെ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഭയങ്കരമായ സംഭവങ്ങൾ, ആളുകളൊക്കെ ഓടിക്കൂടുന്നു, കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നു, ഒരു സംഘടനമൊക്കെ അവിടെ നടക്കുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ സിനിമയിലേ കണ്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് നേരിട്ട് കാണുന്നത്. ഒരു കള്ളനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നു, അടിയും കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടോ വിവരിക്കുകയാണ് എങ്കിൽ അത് നറേഷനാണ്, നേരിട്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഇന്ന് ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇന്ന് രാവിലെ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഒരു കള്ളൻ അവിടെ മോഷ്ടിക്കാൻ ശ്രമിച്ച സമയത്ത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ സമയത്താണ് പെട്ടെന്ന് പോലീസ് വരുന്നത്. പോലീസിനെ കണ്ടത് കള്ളനോടി. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കള്ളൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ പോലീസുകാരൻ ഓടിച്ചെന്ന് കള്ളനെ പിടിച്ചു, കള്ളൻ രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ നമ്മളിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊരു സംഭവം വിവരിക്കുക, നമ്മുടെ അനുഭവം വിവരിക്കുക, അങ്ങനെയല്ലേ? ഇനി ഇതേ കാര്യം ഒരു കത്തായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? നമ്മളൊരു ഫ്രണ്ടിന് കത്ത് എഴുതുക. ഈ സംഭവം കത്തിൽ കാര്യങ്ങളൊക്കെ എഴുതും. പ്രിയപ്പെട്ട സുഹൃത്തിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നൊക്കെ എഴുതിയ ശേഷം, ഇന്ന് ഒരു സംഭവം ഉണ്ടായി, അത് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇന്ന് രാവിലെ ഞാൻ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഒരു കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസ് വന്നു, ആ കള്ളനോടി, പോലീസുകാർ പിറകെ ഓടി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കള്ളനും പോലീസും അടികൂടി. നമ്മൾ നറേഷനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ലെറ്ററിലും പറയാം. വ്യത്യാസം എന്താ? നറേഷൻ നമ്മൾ നേരിട്ട് പറയുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നുവെങ്കിൽ ലെറ്ററിൽ നമ്മളൊരു കത്തായിട്ട് എഴുതുന്നു എന്ന് മാത്രം. പറയുന്നത് നമ്മുടെ അനുഭവം തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച വിവരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് നേരിട്ടൊരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ രണ്ടാമതൊരു കത്തിലൂടെ ഫ്രണ്ടിനോട് വിവരിച്ചു. 3 ഡയറി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഇന്ന് മറക്കാനാവാത്ത ദിവസമായിരുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. ഇന്ന് രാവിലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഒരു കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു, പോലീസ് വന്നു, കള്ളനോടി, പിറകെ ഓടി. ഇങ്ങനെ ഇത് തന്നെയാണ് എഴുതുക. അതായത് നറേഷനിലും ഡയറിയിലും ലെറ്ററിലും നമ്മൾ എഴുതേണ്ടത് സെയിം കാര്യം തന്നെയാണ്. സെയിം കാര്യം എന്ന് പറയുമ്പോൾ മൂന്നും നമ്മുടെ വ്യക്തിപരമായ അനുഭവം, അല്ലെങ്കിൽ ആരുടേതാണോ നിങ്ങൾ പരീക്ഷയിൽ എഴുതുന്ന നറേഷൻ, ഡയറി അല്ലെങ്കിൽ ലെറ്റർ, അയാളുടെ പേഴ്സണലായിട്ടുള്ള അനുഭവം ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അത് നറേഷൻ ആകുമ്പോൾ നേരിട്ട് ഒരാളോട് പറയുന്നു, ലെറ്റർ ആകുമ്പോൾ കത്തിൽ എഴുതുന്നു, ഡയറി ആകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഡയറിയിൽ എഴുതി വെക്കുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ബേസിക്കായിട്ട് ഒരു കണ്ടന്റ് പഠിച്ചാൽ ആ കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് ഇത് മൂന്നും എഴുതാം. കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചിട്ട് ബോയ് എഴുതുന്ന ഡയറിയും ബോയ് എഴുതുന്ന ലെറ്ററിലും ബോയ് നറേറ്റ് ചെയ്താലും മൂന്നിലും പറയുന്നത് ഒരേ രീതിയിലായിരിക്കും അല്ലേ? പിന്നെ എന്താണ് മാറ്റമുള്ളത്? ഫോർമാറ്റിൽ മാത്രമാണ് മാറ്റമുള്ളത്. അതുകൊണ്ട് കോബ്ര മംഗൂസ് ഫൈറ്റ് പഠിച്ചാൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് പഠിച്ചാൽ മതി. ഡയറി വന്നാലും നറേഷൻ വന്നാലും ലെറ്റർ വന്നാലും നിങ്ങൾക്ക് എഴുതാം, ഫോർമാറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മൂന്നിനെയും ഫോർമാറ്റും കൂടി എന്താണെന്ന് പഠിക്കാം. ഇത് ഏത് പാഠത്തിൽ നിന്നും ഡയറി, ലെറ്റർ, നറേഷൻ, ഈ 3 കാര്യത്തിനും ഒരേ കണ്ടന്റ് പഠിച്ചാൽ മതി, ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും. അപ്പം ഫോർമാറ്റും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം എന്താണ് ഒരു ഡയറിയുടെ ഫോർമാറ്റ് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഡയറി. ഞാൻ പറഞ്ഞല്ലോ, ഡയറിയാണ് ആദ്യം നോക്കുന്നത്. ഇതൊരു ആൻസർ ഷീറ്റാണ് എന്ന് കരുതുക. ഡയറിയാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ നമ്മൾ ഡേറ്റും ഡേയും എഴുതണം. നിങ്ങൾ വലിയ ചിന്തിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലൊക്കെ ഡയറി ഉണ്ടാവും. നിങ്ങളൊക്കെ ഡയറി എഴുതുന്ന ആളുകളായിരിക്കും വീട്ടിൽ, ഒറിജിനൽ ലൈഫില്ലേ. നിങ്ങൾ സ്വന്തം അനുഭവങ്ങൾ ഡയറിയിൽ എഴുതിയില്ലെങ്കിൽ വല്ല കണക്കെങ്കിലും, നിങ്ങൾ വല്ല ക്യാഷിൻ്റെ കണക്കെങ്കിലും നിങ്ങൾ ഡയറിയിൽ എഴുതിയിട്ടുണ്ടോ? അല്ലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലെ നോട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഡയറിയുടെ പേജ് തുറന്നു നോക്കിയാൽ ഒരു ഡയറിയുടെ പേജിൽ
എന്തേ കൊടുത്തിട്ടുണ്ടാവും? ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും, ഡേയും കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് എഴുതുന്ന ഡയറി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഇന്നത്തെ തീയതി എത്രയാ? 05/4/2022. ഇന്ന് ട്യൂസ്ഡേ അല്ലേ? യെസ്, ട്യൂസ്ഡേ. 2 ട്യൂസ്ഡേ. ഈ 2 കാര്യങ്ങൾ എഴുതി ബാക്കി ഭാഗത്ത് നമ്മൾ ഡയറി ചെയ്ത്, ഡയറിയിൽ ആകെ നമുക്ക് ഇതേ ഫോർമാറ്റ് പഠിക്കാനുള്ളൂ. പിന്നെ ഡയറി ആകുമ്പോൾ നമ്മൾ ഒന്ന് പൊലിപ്പിച്ചൊക്കെ എഴുതും. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ, ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ എഴുതാം. ഐ നെവർ എക്സ്പെക്ട് സച്ച് എ തിങ് വിൽ ഹാപ്പൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിലുള്ള ചില വേർഡ്സ് കൂടി എക്സ്ട്രാ അതിലേക്ക് ചേർക്കാം. ഡയറി ആകുമ്പോൾ അങ്ങനെയല്ലേ അല്ലേ? ഇറ്റ്സ് എ മെമ്മറബിൾ ഡേ, ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഇൻസിഡൻറ്റ് ഇൻ മൈ ലൈഫ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറിയിൽ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഡയറിക്ക് ആകെ വേണ്ടത് എന്താണ്? ഡേറ്റും ഡേയും. അവിടെ നിങ്ങളുടെ പ്ലേസോ പേരോ ഇതൊന്നും ഡയറിയിൽ ആവശ്യമില്ല. ഡയറിയുടെ ഒരു പേജ് മനസ്സിലേക്ക് ഓർത്താൽ മതി. ഇനി ഇതേ സംഭവം ലെറ്റർ ആണെങ്കിലോ? ലെറ്റർ ആണെങ്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ലെറ്റർ 2 ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? 2 ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രണ്ട്ലി ലെറ്ററാണ്, ഇൻഫോർമൽ ലെറ്റർ. 2 ഫോർമൽ ലെറ്റർ. അപ്പം നമ്മൾ പേഴ്സണൽ അനുഭവങ്ങളൊക്കെ കൃത്യമായത് ഫ്രണ്ട്ലി ലെറ്ററാണ്. അതുകൊണ്ട് ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും ഇത് രണ്ടും എങ്ങനെ എഴുതുക എന്നുള്ളൊരു വീഡിയോ ഇന്ന് തന്നെ വരുന്നുണ്ട്. അതുമല്ലെങ്കിൽ പഴയ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഇവിടെ ഞാൻ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എങ്ങനെ എഴുതും എന്നാണ് പറയുന്നത്. ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ സൈഡിലായിട്ട് കത്തെഴുതുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ അഡ്രസ്സ് എഴുതണം. എന്നാൽ പേര് വേണ്ട. ഓക്കെ, മാർത്തയാണ് കത്തെഴുതുന്നതെങ്കിൽ, മാർത്ത സൾനാസ് ആണ് കത്തെഴുതുന്നതെങ്കിൽ മാർത്തയുടെ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ മാർത്തയുടെ അഡ്രസ്സ് എഴുതണം. എന്നാൽ മാർത്ത എന്നുള്ള പേര് അവിടെ ആവശ്യമില്ല. പേരില്ലാത്ത ബാക്കി അഡ്രസ്സ്, അതായത് മാർത്തയുടെ വീട്ടുപേര്, ഏത് സ്ട്രീറ്റിലാണ്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ സത്യജിത്രയുടെ ഒരു പേഴ്സണൽ ലെറ്റർ ആണെങ്കിൽ സത്യജിത്രയുടെ പേര് വേണ്ട, സത്യജിത്ര എന്ന പേര് വേണ്ട, പകരം അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, ബാക്കി അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ ചേർക്കേണ്ടത്. സ്വാഭാവികമായിട്ടും താഴെ ഡേറ്റ് കൂടി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഡേറ്റ് ഇതേപോലെ തന്നെ ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയ ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ലെറ്റർ എഴുതുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആർക്കാണോ കത്ത് എഴുതുന്നത് അയാളുടെ അഡ്രസ്സ് അല്ല, എഴുതുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരുൾപ്പെടാത്ത അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എഴുതി അവസാനിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫെയ്ത്ത്ഫുള്ളി എന്നോ വിത്ത് ലവ് എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിത്ത് ലവ് എന്നീ സൈഡിൽ എഴുതിയ ശേഷം കത്ത് എഴുതുന്ന വ്യക്തിയുടെ പേര് മാർത്ത അല്ലെങ്കിൽ സത്യജിത്രേ അങ്ങനെ എഴുതാം. ഈ സൈഡിലാണ് ഇതെല്ലാം വേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റ്. പിന്നെ ഫ്രണ്ട്ലി ലെറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ ദെയർ, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, ഐ ആം ഡൂയിങ് വെൽ, ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതാം. ആൻഡ് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു എ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ്, ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ആൻ ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ തുടക്കത്തിൽ എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലെറ്ററിൻ്റെത്. അത് ഡീറ്റെയിൽ ആയിട്ട് ലെറ്ററിനെ കുറിച്ച് തന്നെ എങ്ങനെ ലെറ്റർ എഴുതണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതേണ്ടെന്നൊരു വീഡിയോ വേറെ വരുന്നുണ്ട്, അതിൽ പറയും. ഞാൻ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നറേഷനാണ്. നറേഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നും പറഞ്ഞു തരാനില്ല, കാരണം നറേഷൻ നമ്മുടെ അനുഭവങ്ങൾ നേരെ വിവരിക്കലാണ്. നറേഷൻ ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ എ ത്രില്ലിംഗ് ഫൈറ്റ് എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഇല്ലെങ്കിൽ ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ചും തിരിച്ച് ജീവിതത്തിൽ വരുന്നതിനെക്കുറിച്ചുള്ളൊരു നറേഷൻ ആണെങ്കിൽ റീബർത്ത് ഓഫ് എ യങ് മാൻ എന്ന് കൊടുക്കാം. ഈ രീതിയിൽ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കുക, സംഭവം അതേപോലെ വിവരിക്കുക. വേറൊരു ഫോർമാറ്റ് അതിൽ പറയാനില്ല. നമുക്ക് ഡയറി പോലെ ലെറ്റർ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല.
അപ്പോൾ ഇതാണ് ഡയറി, നറേഷൻ, ലെറ്റർ. ഇത് മൂന്നും തമ്മിലുള്ള ഒരു കണക്ഷൻ. മൂന്നിൻ്റെയും കണ്ടന്റ് സെയിം ആണ്, സിമിലർ ആണ്, ഫോർമാറ്റിന് മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ ഡയറി ആകുമ്പോൾ ഒന്ന് ക്രിസ്പാക്കാം, നറേഷൻ ആകുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ക്രിസ്പാക്കം മീൻസ് ചുരുക്കാം, നറേഷൻ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ലെറ്റർ ആകുമ്പോഴും ഏകദേശം ഒരു ഡയറിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതാം എന്ന് മാത്രം. ഡയറി ആകുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. പക്ഷേ മൂന്നിലും എവിടെ വെച്ച് എങ്ങനെ ഏതൊക്കെ രീതിയിൽ സംഭവിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട്, നറേഷൻ ആകുമ്പോൾ കൃത്യമായിട്ട് വിശദീകരിക്കണം, എവിടെ വെച്ച് എങ്ങനെ ആരൊക്കെ എന്നുള്ളതൊക്കെ. പക്ഷേ കണ്ടന്റ് സെയിം ആണ്. അപ്പോൾ ഒരേ കണ്ടന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് മൂന്നും പഠിച്ചാൽ മതി. അപ്പോൾ കോബ്ര മംഗൂസ് ഫൈറ്റിൻ്റെ നറേഷൻ നിങ്ങൾ പഠിച്ചാൽ അതിനർത്ഥം നിങ്ങൾ ഡയറിയും പഠിച്ചു, ലെറ്ററും പഠിച്ചു എന്നുള്ളതാണ്. ഫോർമാറ്റ് മാത്രമേ മാറും. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്